വാരണാസിയിൽ അഥവാ കാശിയിൽ മഹാദേവൻ വിശ്വനാഥ രൂപത്തിലാണ് ഉള്ളത്. അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ അഷ്ടകമാണ് വിശ്വനാഥാഷ്ടകം. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 ശ്ലോകങ്ങൾ കാണും. വിശ്വനാഥൻ എന്നാൽ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും വിശ്വത്തിന്റെ നാഥനാണ്. അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ പാട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഐശ്വര്യം വരും. നമ്മുടെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹം, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സാധിക്കും. അറിവും ഐശ്വര്യവും വർദ്ധിക്കും. പ്രശസ്തി വേണ്ടുന്നവർക്ക് ആ പ്രശസ്തി കിട്ടും. മോക്ഷം വേണ്ടുന്നവർക്ക് മോക്ഷം കിട്ടും. നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഈ വിശ്വനാഥാഷ്ടകം ദിവസവും ചൊല്ലുന്നത് വഴി രാവിലെയാണ് ചെല്ലേണ്ടത്, അല്ലാതെ തന്നെ എപ്പോ വേണമെങ്കിലും നമുക്ക് ചെല്ലാം. കൈയും കാലുമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വൃത്തിയായിട്ട് ഇരുന്ന് ചൊല്ലണം. ഇന്നലെ ശിവചാലീസയല്ലേ ഇട്ടത്, അതിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ലിങ്കും കമന്റിൽ കൊടുക്കാം. പഴയ സിനിമാ ഗാനങ്ങളൊക്കെ ഉണ്ട് വിശ്വനാഥാഷ്ടകം. നമ്മൾ ഏത് ഭക്തിഗാനം ചൊല്ലുമ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയിട്ട് അതെല്ലാം ആ രംഗങ്ങളെല്ലാം നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു കാണണം. അപ്പോഴാണ് ആ ഫലസിദ്ധി ലഭിക്കുക. തെറ്റാതിരിക്കാൻ ആദ്യം കുറേ പ്രാവശ്യം കേട്ട് പഠിക്കുകയാണ് വേണ്ടുന്നത്. എളുപ്പത്തിൽ അഷ്ടകവും അതിന്റെ അർത്ഥവും ഒന്ന് പറയാം. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണപ്രിയമനന്തമതാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥ. ഭഗവാന്റെ ജടയിൽ നിന്നും ഗംഗ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ വാമഭാഗം, ഇടത് ഭാഗം എന്ന് പറയുന്നത് ഗൗരീദേവിയാണ്. കാമദേവനെ നശിപ്പിച്ചവനും നാരായണന് പ്രിയപ്പെട്ടവനുമായ കാശി വിശ്വനാഥനെ ഞാൻ ഭജിക്കുന്നു അല്ലെങ്കിൽ സ്തുതിക്കുന്നു. വാചാമഗോചരമനേക ഗുണസ്വരൂപം വാഗീശ വിഷ്ണു സുരസേവിത പാദപീഠം വാമേന വിഗ്രഹവരേണ കലത്രബന്ധം വാരാണസീ പുരപതിം ഭജ വിശ്വനാഥം. വാക്കുകളാൽ വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും ഗുണങ്ങളുള്ളവനും പാദങ്ങൾ ബ്രഹ്മാവ്, വിഷ്ണു, ദേവന്മാർ ഇവരാൽ പൂജിക്കപ്പെടുന്നവനും ഭാഗം മനോഹരിയായ പാർവതി ദേവിയുമായിട്ടിരിക്കുന്നവനുമായ വിശ്വനാഥനെ ഞാൻ ഭജിക്കുന്നു. ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷിതാംഗം വ്യാഘ്രാജിതാംബരധരം ജടിലം ത്രിനേത്രം പാശാങ്കുശാഭയ വരപ്രദശൂലപാണിം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. എല്ലാ ജീവജാലങ്ങളുടെ അധിപനും സർപ്പധാരിയും ജടാധാരിയും പുലിത്തോൾ ധരിച്ചവനുമായ ഭഗവാനെ സ്തുതിക്കുന്നു. ശീതാംശോഭിത കിരീട വിരാജമാനം ഫാലേക്ഷണാനല വിശോഷിത പഞ്ചബാണം നാഗാധിപാരിചിത ഭാസുര കണ്ണപൂരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. തണുത്ത തിളങ്ങുന്ന രശ്മികളുള്ള ചന്ദ്രകല ധരിച്ചവനും ത്രിനേത്രത്താൽ കാമദേവനെ ദഹിപ്പിച്ചവനും സർപ്പരാജാക്കന്മാർ കർണാഭരണങ്ങളായി ഉള്ളവനുമായ കാശി വിശ്വനാഥനെ ഭജിക്കുന്നു. പഞ്ചാനനം ത്വരിതമത്തമദംഗജാനാം നാഗാന്തകം തനുജപുങ്കവ പന്നഗാനാം ദാവാനലം മരണശോകവിചരാടവീണാം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. പാപങ്ങളുടെയും ആശകളുടെയും ആനകളെ കൊല്ലുന്ന സിംഹമായവനും നമ്മുടെ അസുര ചിന്തകളെ ഹനിക്കുന്ന ഗരുഡനായവനും തീ പോലെ നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ വാർദ്ധക്യത്തെയും ഒക്കെ നശിപ്പിക്കുന്നവനുമായ കാശി വിശ്വനാഥ ഭഗവാനെ സ്തുതിക്കുന്നു. തേജോമയം സഗുണനിർഗുണമദ്വിതീയം ആനന്ദകന്ദമപരാജിതമപ്രമേയം നാഗാത്മകം സകല നിഷ്കള ആത്മരൂപം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. തേജോമയനും എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും ആദിയും അന്തവുമില്ലാത്തവനുമായ കാശി വിശ്വനാഥ ഭഗവാനെ സ്തുതിക്കുന്നു.
ആശാം വിഹായ പരിഹൃത്യ പരസ്യ നിന്ദാം പാപേരതിഞ്ച സുനിവാര്യ മനസ്സമാധോ ആദായ ഹൃത്കമലമധ്യഗതം പരേശം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. ആശനിരാശകളിൽ നിന്നും മുക്തൻ, ഭക്തജനപ്രിയൻ, ലൗകിക സുഖങ്ങളിൽ നിന്നും മുക്തനായവനും സമാധാനപ്രിയനും ഗൗരീദേവിയോടൊപ്പമുള്ളവനുമായ ഭഗവാനെ സ്തുതിക്കുന്നു. വാരാണസീപുരപതി സ്തവനം ശിവസ്യ വ്യാഖ്യാതമഷ്ടകമിതം പഠതി മനുഷ്യ വിദ്യാം സുഖം വിപുലസൗഖ്യമനന്തകീർത്തിം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. വിശ്വനാഥാഷ്ടകമിതം പുണ്യം യാ പഠേ ശിവസന്നിധോ ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതി. എല്ലാ ആശകളും ഉപേക്ഷിച്ചവനും മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നവനും എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തവനായവനും ജ്ഞാനനിരതനും ലോകത്തിനെ ഹൃത്കമലത്തിൽ സൂക്ഷിക്കുന്നവനുമായ വിശ്വനാഥ ഭഗവാനെ സ്തുതിക്കുന്നു. കാശി വിശ്വനാഥാഷ്ടകം ചൊല്ലുന്നവർക്ക് മരണാനന്തരം ശിവലോക പ്രാപ്തി കിട്ടുമെന്നാണ് പറയുന്നത്. ഈ ലോകത്ത് എല്ലാ ഐശ്വര്യങ്ങൾ കിട്ടുന്നതിനും എല്ലാ പ്രസിദ്ധിയും കീർത്തിയും കിട്ടുന്നതിനും ആഗ്രഹ സാഫല്യത്തിനുമെല്ലാം വിശ്വനാഥാഷ്ടകം വളരെ നല്ലതാണത്രേ. ഭക്തിയോടുകൂടി ചൊല്ലണം. നമുക്ക് പറ്റുന്ന ആഗ്രഹങ്ങൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവൂ. പഴയൊരു പാട്ടുണ്ട് ഈ വിശ്വനാഥാഷ്ടകം. അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ കൊടുക്കുന്നതായിരിക്കും. ഓം നമഃ ശിവായ.